ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ കമ്മിറ്റിയിൽ ഒരാളെ എങ്ങനെ പുറത്താക്കും? ഒരാൾക്കെതിരെ ഒരു കേസ് എടുക്കും, കേസ് എടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് രീതിക്രമങ്ങളിൽ. താനല്ലേ പറഞ്ഞത് ഇവിടെ വലിയ ബഹളോ പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണെന്ന്? ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ, നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പറയരുത്. പാർട്ടി സംരക്ഷിക്കുന്നു, പാർട്ടി സംരക്ഷിക്കുന്നു എന്ന് പറയുക. പാർട്ടി സംരക്ഷിക്കുന്നു. ആത്യന്തിക വാക്ക് താങ്കളാണോ? താങ്കളാണോ? താങ്കളുമല്ലല്ലോ. അതുകൊണ്ട് തെളിവ് വെച്ച് സംസാരിക്കുക. കൂട്ടത്തിൽ സ്മാർട്ട് എന്ന് മനസ്സിലായിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് കയ്യിലുണ്ടെന്ന് അറിഞ്ഞില്ല. ഡോക്ടർ ഒരു മിനിറ്റ്, ഞാൻ ശക്തമായി വിയോജിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം എന്നുള്ളത് ഇവിടെ ഓരോരുത്തർക്കും അവനവന്റെ അഭിപ്രായം പറയാനുള്ളതാണ്. ഇല്ല, താങ്കൾ ഇവിടെ മിഡിലിൽ ഇരിക്കുന്നത് താങ്കൾ ഈ ചർച്ച നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ അർത്ഥം താങ്കൾ അവസാനം പറയുമ്പോൾ താങ്കൾ ആ തീർപ്പ് കൽപ്പിക്കുന്നു. എല്ലാ ചർച്ചയിലും പറയുന്ന ഒരു വാക്കാണ്. തന്റെ ഈ പ്രയോഗം ഏറ്റെന്നാ തോന്നുന്നത്. അവര് തമ്മിൽ ഇപ്പോഴേ ഒരു മുറുമുറുപ്പ് മണക്കുന്നുണ്ട്. കേൾക്കാതെ എവിടെ പോവാനോ മുതലാളി. ഈ നിമിഷം വരെ 13 CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നു. ജില്ലാ കമ്മിറ്റി യോഗം കഴിവയ്ക്കും കുറ്റാരോപിതർ മാറുമോ? ഇനി മുതലാളി കയ്യും കെട്ടി ഇരുന്നേച്ചാ മതി, അടിച്ചു തീർത്തോളും. അവര് തമ്മില് അല്ല, കോടതി തീർപ്പ് കൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞ എന്തിനാ പാർട്ടി സെക്രട്ടറി? സാങ്കേതികമായി കുറ്റാരോപിതനല്ലേ? നിങ്ങൾ സാങ്കേതികത്വത്തിന് ചില കേസിൽ പറയും, ചില കേസിൽ ബാത്റൂമിൽ പോലും പോകാതെ തലസ്ഥാനത്ത് സമരവും ചെയ്യും. അല്ല, ഉമ്മൻചാണ്ടി രാജിവെക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ പോക്ക് പോയാ ഞാൻ താമസിയാതെ തൊഴുത്തിലാകുമെന്നാ പറഞ്ഞു വന്നത്. അവൾ അടങ്ങിയില്ലേ മുതലാളി? എവിടെ അടങ്ങാൻ? അവൾ അവിടെ മുഴുവൻ കിടന്ന് ഉഴുതു മറിക്കല്ലേ. ഒരു കള്ള ആരോപണം പറയുന്ന ഒരു സ്ത്രീയെ ചൂടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് വാർത്താ സമ്മേളനം നടത്തുക. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം, വേങ്ങര തെരഞ്ഞെടുപ്പിൽ അതേ ദിവസം രാവിലെ വാർത്താ സമ്മേളനം കലക്കി. ഇനി ഈ പിടുത്തം ലൂസാക്കരുത്. മറ്റുള്ളവരെ വിറപ്പിക്കുന്നവന്മാരെല്ലാം ഉള്ളുകൊണ്ട് പേടിത്തൊണ്ടന്മാരാ. ആ മർമ്മത്തിൽ വേണം നമ്മൾ പിടിക്കാൻ. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം രാവിലെ വാർത്താ സമ്മേളനം നടത്തുന്നു. കുട്ടികളെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ടിവിയുടെ മുന്നിൽ നിന്ന് മാറ്റി നിർത്തുക. നിങ്ങൾ മാത്രം കേൾക്കുക, മുതിർന്നവർ മാത്രം കേൾക്കുക. വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭക്ഷണത്തരം വിളിച്ചു പറഞ്ഞ വാർത്താ സമ്മേളനം നടത്തി. എടാ, ഇത്രയും കാലം നീ അങ്ങേരെ പേടിച്ചതുകൊണ്ടാണ് അങ്ങേരെ നിന്റെ തലേ കയറിയത്. ഇനിയെങ്കിലും അങ്ങേരെ പിടിച്ച് മുറിക്കാതിരിക്കാതെ നീ നിരത്തിലോട്ട് ഇറങ്ങണം. അവിടെയാണ് ലോകം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതെല്ലാം സമ്മതിച്ചു. ഒരു മിനിറ്റ്, താങ്കൾ മാത്രം സംഗതിയൊക്കെ കൊള്ളാം. പക്ഷെ ഈ അതാണ് ഉറുമീസ് എന്ന് അപ്പ ഇങ്ങോട്ട് പറയണ്ട. ഇല്ല, പറയില്ല. മാറ്റി നിർത്തിയല്ലോ. മറ്റു നേതാക്കളെയല്ല, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ തെളിവ് പുറത്തു വന്നപ്പോ, എങ്ങനെ തെളിവ് പുറത്തു വന്നപ്പോ കേൾക്കൂ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വേറെ ജയിലിൽ കിടന്നിട്ടുണ്ട് അല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വേറെ ജയിലിൽ കിടന്നിട്ടുണ്ട്. തെളിവ്, ബാക്കി തെളിവ് എവിടെ? ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. സ്മൃതി പറഞ്ഞ ഒരു വാചകത്തോട് മാത്രമാണ് എനിക്ക് വിയോജിപ്പ്. അത് സംരക്ഷിച്ചു നിർത്തുന്നു എന്ന് വാചകം പറഞ്ഞു. ഈ സംരക്ഷണം എവിടെയാ? അത് പറ. സംരക്ഷണിച്ച് ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്ന സംരക്ഷണമാവൂ? എങ്ങനെ സംരക്ഷണമാവുക? ഈ കേസിന്റെ അന്വേഷണത്തെ അതെങ്ങനെ സംരക്ഷിക്കുക പത്മകുമാറിനെ? ഈ കേസിന്റെ അന്വേഷണത്തെ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അന്വേഷണം നടക്കുന്നത്. അല്ല, അതിപ്പോ ഞാൻ ഒരതിപ്പോയില്ല. അവളെ നീ ഇത്രയും ചീത്ത വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാനും ചീത്ത വിളിച്ചു, ഒന്നും വിളിച്ചില്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ ആരാധന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലെ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ സ്വർണം കട്ടെടുത്ത് കൊണ്ടുപോയവരിൽ നിങ്ങളുടെ സഖാക്കളുമുണ്ട് എന്നുള്ളതിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഏത് സഖാവും? വളരെ ഗുരുതരമായ ആരോപണമാണ്. ഏത് സഖാവും? എൻ വാസുവും പത്മകുമാറും. എവിടെയാ ഈ സ്വർണം കൊണ്ടുപോയി എന്ന് തെളിയിക്കാൻ പറ്റുക? ഞാൻ ഒന്നും പറയാനില്ല. എനിക്ക് സൗകര്യം ഇത്രേ പറയുള്ളൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സ്വർണ്ണപ്പാടിയുടെ മുഖ്യ സൂത്രധാരൻ പത്മകുമാറാണെന്നുള്ള വാർത്ത നമ്മളാണ് കൊടുത്തിട്ടുള്ളത്. മുഖ്യ സൂത്രധാരൻ SITയുടെ മൊഴി റിമാൻഡ് റിപ്പോർട്ടിൽ അങ്ങനെ സൂത്രധാരൻ പ്രത്യേകിച്ച് ഈ ഏരിയയിൽ ക്യാപിറ്റലിസം കൊടിയുത്തി നിൽക്കല്ലേ. ക്യാപിറ്റലിസം അല്ല, ഉച്ചക്കിറുക്ക. പക്ഷേ ഈ സർദാർ കൃഷ്ണക്കുറുപ്പിന് കിറുക്ക് വന്ന ചെലവനൊക്കെ ഇവിടെ ഇറും.
അതിൽ നിന്നാണ് പത്മകുമാറിലേക്ക് എത്തിയത്. അതാണ് വാസ്തവം. അവിടെയാണ് ഇരുന്ന് നമ്മൾ വിധി ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യും, അങ്ങനെ വാസ്തവം അങ്ങോട്ട് പറഞ്ഞോളൂ. വാസ്തവം നമ്മൾ പറയണം. നമ്മൾ വാസ്തവമേ പറയാവൂ. അതിന് മുന്നിൽ വന്നിട്ട് സഖാക്കൾ സ്വർണം കെട്ടു, സഖാക്കൾ സ്വർണം കെട്ടു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് എന്റെ അഭിപ്രായത്തിലുള്ള സമയമാണല്ലോ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനില്ല, കഴിഞ്ഞു. പറയാനില്ല. സൗകര്യമില്ല. ഇതിന് മുമ്പിൽ ഞാൻ അങ്ങോട്ട് ചൂളിപ്പോയി. അതിനിപ്പോ നമ്മൾ തന്നെ നമ്മളല്ല, നീ ഒറ്റ ഒരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. അച്ഛൻ വരട്ടെ മോളെ, തീരെ സമയമില്ല സ്വാമിയേ.